അല്ല, അമ്മിണിക്കുട്ടി ശ്രീനിവാസൻ്റെ കോൺട്രിബ്യൂഷനാണ്. അമ്മിണിക്കുട്ടി, KP അമ്മിണിക്കുട്ടി എന്നുള്ള പേരും എൻ്റെ കഥയിലെ നായികയുടെ പേര് വേറെയായിരുന്നു. അതിൽ രസകരമായിട്ടുള്ളൊരു കാര്യം പറയാം. ഇതിൽ മുകേഷിന് കൊടുത്തിരിക്കുന്ന പേര് ദിലീപ് കുമാർ എന്നാണ്, ശ്രീനിവാസിന് കൊടുത്തിരിക്കുന്ന പേര് ദേവാനന്ദ് എന്നാണ്. ഏറ്റവും ടോപ്പായിട്ടുള്ള 2 ഹീറോസിൻ്റെ പേരാണ് ഇതിൽ അവരുടെ കഥാപാത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമുണ്ട്. അവർക്ക് വലിയ പേരുകൾ, വലിയ നടന്മാരുടെ പേരുകളാണ് കൊടുത്തത്. പക്ഷേ എൻ്റെ കഥാപാത്രത്തിന് ശ്രീനി തന്ന പേര് എനിക്ക് ഇന്ന് ഇഷ്ടമാണ്, വാസു. മലയാളത്തിൻ്റെ മണമുള്ള പേരാണ്. ഹിന്ദി നടന്മാരെ പിന്നിൽ പോയിട്ടില്ല. ഞാൻ സൈക്കിൾ ഷോപ്പുകാരൻ വാസുവാണ്. അപ്പോൾ അതിൽ അമ്മിണിക്കുട്ടി എന്ന് പറയുന്ന കഥാപാത്രം മാത്രമല്ല, ധാരാസിംഗ്, എൻ്റെ കഥയിൽ ധാരാസിംഗ് ഇല്ലായിരുന്നു, ശ്രീനിവാസൻ്റെ കോൺട്രിബ്യൂഷനാണ്. അത് ധാരാസിംഗിനെ പോലുള്ള ഒരാളെ പിന്നെ കീഴ്പ്പെടുത്തിയാൽ മാത്രമേ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്നാക്കിയാൽ അത് കൂടുതൽ ഗ്രിപ്പിംഗ് ആവുന്ന ശ്രീനിവാസൻ. അപ്പം നമ്മളെല്ലാവരും സിബിയൊക്കെ പറഞ്ഞു, എവിടുന്ന് ധാരാസിംഗിനെ കിട്ടും? അത് വേറെ കാര്യമുണ്ട്. ഈ ദാരാസിംഗ് ഞാൻ കേട്ടുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ സിനിമേനെ ഇങ്ങനെ കാണിക്കുവാണല്ലോ, മാനിപ്പുലേറ്റ് ചെയ്യുവാണല്ലോ. അതിൽ സിനിമയാണെന്ന് അറിഞ്ഞിട്ട് പോലും ദാരാസിംഗ് ആദ്യം ഇടിയിൽ ഞാൻ തോക്കുവാണെങ്കിൽ ഞാൻ തോക്കാൻ റെഡിയല്ല എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അതുള്ള അല്ലല്ല, ആ കഥ അത് അങ്ങനെ അല്ല, തോക്കാൻ റെഡിയല്ല നമ്മുടെ കഥയിൽ. അതെ, പിന്നെ ഡയലോഗ് കറക്റ്റ് ചെയ്തേണ്ടി വന്നു. സത്യമുള്ളതാണ് ഗുസ്തി എന്ന് പറഞ്ഞു. ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഏറ്റവും ഇതിൽ ഒരു മുത്താരംകുന്നിനെ കുറിച്ച് മാത്രം ഒരു ദിവസം ഫുൾ പറയാനുണ്ട്. ഇതിൽ ദാരാസിംഗിൻ്റെ ക്യാരക്ടർ കൊണ്ടുവന്നു, എങ്ങനെ ദാരാസിംഗുമായിട്ട് ബന്ധപ്പെടും. അപ്പോൾ എനിക്ക് അത്യാവശ്യം ഹിന്ദി അറിയാവുന്നുള്ളതുകൊണ്ട് ഫോൺ ചെയ്യിച്ചു. അന്ന് ഈ പിന്നെ മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. ഫോൺ ചെയ്ത് ദാരാസിംഗിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് സംസാരിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ആയിട്ട് പറഞ്ഞ് സിംഗ് സാബുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം. അപ്പോൾ മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ സമ്മതിച്ചു. വന്ന് കണ്ടോളൂ, കഥ പറഞ്ഞോളൂ എന്ന് സമ്മതിച്ചു. അടുത്ത ചോദ്യം, ആര് പോവും? ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞു, സിബി ഫുള്ളി ബിസിയാണ്. ശ്രീനിവാസൻ സീൻസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പക്ക ഓൺലൈനുണ്ട്. അപ്പോൾ ആര് പോവും? അപ്പോൾ പറഞ്ഞ ശ്രീനിവാസൻ പറഞ്ഞു, നീ തന്നെ പോകണം. ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, എനിക്ക് ഫ്ലൈറ്റ് ഞാൻ എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തനിച്ചോ? അന്ന് ഒരു ഷൂ സ്ട്രിങ് ബഡ്ജറ്റിൽ പടം എടുക്കുകയാണ്. കാരണം ഇത്ര ബഡ്ജറ്റ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിബി അതിൽ തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞു. ആ വാക്ക് പാലിക്കുകയും ചെയ്തു. കാരണം ഇതിനകത്ത് ആ പടത്തിന് ഇത്രയും ഒരു അംഗീകാരം കിട്ടുമ്പോൾ പോലും ഒരു കാര്യം മനസ്സിലാക്കണം, അത് വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഇത്ര നിശ്ചിത ദിവസത്തിനുള്ളിൽ തീർത്ത പടമാണ്. ക്യാമറാമാൻ കുമാറിനെയും സിബിയെയും എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം അതിൻ്റെ ഒരു ഭംഗി ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാരാസിംഗിനെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് അങ്ങ് പോയി അവിടെ ചെന്ന് സിംഗ് സാബിനെ കണ്ടു. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞത്, അദ്ദേഹം അന്ന് പഞ്ചാബി സിനിമകൾ സംവിധാനം ചെയ്യുന്നുണ്ട്. പഞ്ചാബി സിനിമയിൽ വളരെ ബിസിയാണ്. ഹിന്ദി സിനിമയിൽ മർദ് പോലുള്ള സിനിമകളിലൊക്കെ ഗംഭീര വേഷം ചെയ്ത ആളാണ്. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞു, 2 ലക്ഷം രൂപ വരെ ആണെങ്കിൽ ജഗദീഷ് കമ്മിറ്റ് ചെയ്തിട്ട് വരണം. അപ്പോൾ ഇവിടെ നിന്നുള്ളവർ ഇവരെയൊക്കെ പലരും പറയും 10 ലക്ഷം ചോദിക്കും, 15 ലക്ഷം ചോദിക്കും. ഞാനവിടെ പോയി സിംഗ് സാബിൻ്റെ അടുത്ത് ഒരു കഥയൊക്കെ പറഞ്ഞു. കഥയൊക്കെ ഇഷ്ടപ്പെട്ടു. അവസാനം റെമ്യൂണറേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, എന്താണ് നിങ്ങൾക്ക് തരാൻ പറ്റുക എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ, ഇത് റെമ്യൂണറേഷനായിട്ട് കണക്കാക്കരുത്. മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പഞ്ചാബി സിനിമയുടെയും വളരെ താഴെയാണ്. റവന്യൂ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. നമ്മൾ നല്ല സിനിമകൾ എടുക്കുന്ന ആൾക്കാരാണ്. സാറ് വേറൊന്നും വിചാരിക്കരുത്, റെമ്യൂണറേഷൻ എന്ന് വിചാരിക്കരുത്. സാർ എന്നെ ഒന്നും ചെയ്യരുതെന്ന് 10 പ്രാവശ്യം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, സാർ 25,000 റുപ്പീസ് തരാം. ശരി, നിങ്ങൾ വിശ്വസിക്കില്ല, 25,000-നാണ് ഞാൻ ബുക്ക് ചെയ്തിട്ട് വരുന്നത്. ശ്രീനിവാസനെ സിബി ഞെട്ടി, 25,000-നോ? ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറഞ്ഞു, നിങ്ങൾ അതൊന്നും അറിയരുത്. അദ്ദേഹം അതിന് സമ്മതിച്ചു. അത് അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ്. എൻ്റെ വാചകത്തിൻ്റെ മെഡിക്കനേക്കാളും അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സായിട്ടാണ് ഞാൻ കാണുന്നത്. നല്ല സിനിമയ്ക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ്. നമ്മൾ ദാരാസിംഗിന് വേണ്ടി എത്ര കോഴി അറേഞ്ച് ചെയ്യണം, എത്ര മുട്ട അറേഞ്ച് ചെയ്യണം, എത്ര പാൽ അറേഞ്ച് ചെയ്യണം. സാധാരണ മനുഷ്യർ കഴിക്കുന്ന ഒരു ഫുഡിനേക്കാളും അല്പം ഒരു വേറെ രീതിയിലുള്ള ഡയറ്റ് എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ ഒന്നും വേണ്ട. വേറെ ഒരു കണ്ടീഷൻസും ഇല്ല. നമ്മുടെ കൂടെ നമ്മളിൽ ഒരാളായി തന്നെ അവിടെ ഷൂട്ട് ചെയ്ത് ഏറ്റവും സ്നേഹത്തോടെയാണ് പിരിഞ്ഞത്. അദ്ദേഹത്തിന് വേണ്ടി ഡബ് ചെയ്തിരിക്കുന്നത് ഭാസി സാറിൻ്റെ സഹോദരനായ ചന്ദ്രാജി സാറാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അതാണ് മുത്താരംകുന്ന് പിയുടെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്. ഒരുപാട് ഈ ദിലീപ് കുമാറിൻ്റെയും ദേവാനന്ദിൻ്റെയും ഈ അന്നത്തെ പ്രേമത്തിനൊരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രീനിവാസൻ. എങ്ങനെ പുതുമ കൊണ്ടുവരാൻ കഴിയും? ഈ നായകൻ്റെ പ്രേമത്തിനൊരു പുതുമ വേണം, എങ്കിലേ വർക്കാവൂ എന്ന് പറഞ്ഞിട്ട് അതാണ് ഈ ഒരു മമ്മൂട്ടി ഫാനാക്കി, അമ്മിണിക്കുട്ടിയെ മമ്മൂട്ടി ഫാനാക്കി. എന്നിട്ട് അമ്മിണിക്കുട്ടി കത്തെഴുതുമ്പോൾ ആ കത്ത് പൊട്ടിച്ച് വായിച്ച്, ഓ അത് ശരി. അപ്പോൾ അതിന് മറുപടി മുകേഷ് തന്നെ എഴുതുന്നു.
ഈ ദിലീപ് കുമാർ തന്നെ എഴുതി, അതും മമ്മൂക്കയുടെ ശബ്ദത്തിൽ തന്നെ നമ്മൾ കേൾപ്പിച്ചു. അപ്പോൾ അങ്ങനെ അമ്മിണിക്കുട്ടി കേട്ടിട്ട് വീണ്ടും ഈ പോസ്റ്റ് മാസ്റ്ററെ കാണാൻ പോകുന്നു. അങ്ങനെയാണ് ആ കഥ കൂടുതൽ വികസിച്ചത്.